ബിയാസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ റെഡിയാക്കുന്നത് ബ്രെഡ് ഉപയോഗിച്ചൊരു സ്നാക്ക് ഐറ്റമാണ്. നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ഐറ്റംസ് വെച്ച് തന്നെയാണ് ഈ സിമ്പിൾ സ്നാക്ക് ഞാനിവിടെ റെഡിയാക്കുന്നത്. ബ്രെഡ് ഉപയോഗിച്ചുള്ള റോൾ നമ്മൾ മീറ്റ് വെച്ച് റെഡിയാക്കുന്ന പോലെ വെജിറ്റബിൾ വെച്ചാണ് റെഡിയാക്കിയിരിക്കുന്നത്. മിൽക്ക് ഫ്ലവർ കൂടി ചേർത്ത് ചെയ്യുന്നത് കൊണ്ട് വളരെ ടേസ്റ്റാണ് ഇത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കപ്പോൾ റോൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് 5 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർക്കുന്നതിന് പകരമായിട്ട് വെളിച്ചെണ്ണ ചേർത്താലും ടേസ്റ്റ് തന്നെയാണ്. ഞാനിവിടെ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക്കും 1 ടേബിൾ സ്പൂൺ ജിഞ്ചറും ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് നല്ലപോലെ ബ്രൗൺ ആയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് 2 കപ്പ് കാബേജ് ചേർത്ത് കൊടുക്കാം. കാബേജ് ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കാബേജ് 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കളർ മാറി കിട്ടിയാൽ മതി. ഇതിലേക്ക് ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1.5 ടീസ്പൂൺ കുരുമുളക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 മുട്ടയും ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടിയിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഈ മിക്സിങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത പാല് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ റെഡിയാക്കിയെടുത്ത മിക്സിങ്ങിൽ ഉപ്പും എരിവും ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. കറക്റ്റ് അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഈ മിക്സിങ് റെഡിയാക്കി ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഷുഗർ ചേർത്തു. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മുടെ റോൾ മിക്സിംഗ് ഇവിടെ റെഡിയാക്കി കഴിഞ്ഞ് വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് റോള് റെഡിയാക്കി എടുക്കാം. റോള് റെഡിയാക്കുന്നതിനായിട്ട് ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 9 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം സൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത ഭാഗം നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിലെ ഓരോ ബ്രെഡും എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ കനത്തില് പ്രസ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ബ്രെഡും നമുക്ക് ചെയ്തെടുക്കാം.
ഇതിലേക്ക് 2 മുട്ട അതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, മുട്ടയും എടുത്തിട്ടുണ്ട്. മുട്ട 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് റോള് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സിങ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. സൈഡ് ഭാഗത്ത് ഇപ്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ഭാഗം ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡ് നമുക്കൊന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പ്രസ് ചെയ്തൊന്ന് സൈഡ് കൂട്ടിക്കൊടുക്കാം. ഇപ്പോൾ നല്ല ഫിനിഷായിട്ട് കണ്ട 2 സൈഡ് പോലെ ആക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള റോൾസും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായതിനു ശേഷം ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം.
ഇപ്പോൾ ഇതും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്ന് മാറ്റാം.